ഫ്ലവേഴ്സ് തേക്കിൻകാട് കാർണിവലിനൊരുങ്ങി ദുബായ്. നവംബർ 2 ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിലാണ് പരിപാടി. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങൾ പ്രവാസ ലോകത്തെത്തിക്കുന്ന വ്യത്യസ്തമായ പരിപാടിയായി കാർണിവൽ മാറും. ദുബായിൽ നിന്ന് അരുൺ പാറാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂരിൻ്റെ ഹൃദയമാണ് തേക്കിൻകാട്. തൃശ്ശൂർകാർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവർക്കും തേക്കിൻകാട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലടിഞ്ഞ ഒരു വികാരമാണ്. തൃശ്ശൂർ പോകുന്ന എല്ലാവരും ആ തേക്കിൻകാട് സന്ദർശിക്കാതെ മടങ്ങാറില്ല. ആ ഒരു തേക്കിൻകാടിനെ ദുബായിലേക്ക് എത്തിക്കുകയാണ് ഒരു പറ്റം പ്രവാസികൾ. തേക്കിൻകാട് കാർണിവൽ, ഫ്ലവേഴ്സ് തേക്കിൻകാട് കാർണിവൽ എന്ന പേരിലാണ് ആ ഒരു മഹോത്സവം നടക്കാനിരിക്കുന്നത്. നവംബർ 2 ഈ ഒരു പരിപാടി നടക്കുന്നത്. ആ തേക്കിൻകാട് കാർണിവൽ, തേക്കിൻകാടിനെ ദുബായിൽ എത്തിക്കുന്ന ആളുകളാണ് എൻ്റെ ചുറ്റും നിൽക്കുന്നത്. എന്താണ് ഈ തേക്കിൻകാട് കാർണിവൽ? പ്രവാസികളെല്ലാം വലിയ ആവേശത്തോടുകൂടി കാത്തിരിക്കുക. തൃശ്ശൂരിലെ ഏറ്റവും വലിയ നമ്മളെല്ലാവരും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് തേക്കിൻകാട്. ഈ തേക്കിൻകാടിൻ്റെ ഓർമ്മകൾ നെഞ്ചിലേറ്റിട്ടാണ് ഞങ്ങളെല്ലാവരും തേക്കിൻകാട് ഫാമിലീസ് കൂട്ടായ്മ ഇവിടെ നമ്മൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ഈ തേക്കിൻകാടിലാണ് നമ്മുടെ പെരുന്നാളും പൂരവും നമ്മുടെ ചന്ദനോത്സവം, നേർച്ചോത്സവം എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഈ തേക്കിൻകാടിൻ്റെ. അതുപോലെ തന്നെ കോളേജുകാരുടെ പ്രണയങ്ങളും സൗഹൃദ കൂട്ടായ്മകളും തൊഴിലാളികളുടേതായിട്ടുള്ള റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയയും കൂടിയാണ് തേക്കിൻകാട്. അപ്പോൾ അതുകൊണ്ട് തേക്കിൻകാടിൽ നിന്ന് രൂപപ്പെടുന്ന ഒരുപാട് ബിസിനസ് സംരംഭകർ വരെ ഇന്ന് ദുബായിലുണ്ട്. ബിസിനസ് ഐഡിയാസ് വിജയിപ്പിച്ചിട്ടുള്ളവർ ദുബായിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഈ തേക്കിൻകാട് കാർണിവലിന് വേണ്ടി ഒത്തൊരുമിച്ച് വന്ന് ഇതൊരു വൻ വിജയമാക്കി തീർക്കുന്നത്. നവംബർ 2 ദുബായ് കാണാത്ത രീതിയിലുള്ള ദി ഇയർ ഓഫ് ദി ഇവൻ്റ് എന്നാണ് മൊത്തത്തിൽ ദുബായ് ടൗൺ ഈ സംഭവത്തെ കാണുന്നത്. നമ്മൾ നവംബർ 2 കേരളപ്പിറവിയുടെ ഭാഗമായിട്ട്, കേരളപ്പിറവി ഇന്ന് ദുബായിൽ ഒരുപാട് കുട്ടികൾ, മലയാളികൾ ഏതാണ്ട് 40 ലക്ഷത്തോളം മലയാളികൾ ദുബായിലുണ്ട്. അവരുടെയൊക്കെ മക്കൾക്ക് കേരളപ്പിറവി എന്താണെന്ന് അവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കേരളപ്പിറവി കുട്ടികൾക്ക് കേരളം, ഒന്നായി കേരളം എന്ന് പറഞ്ഞുള്ളൊരു അടിപൊളി ഘോഷയാത്ര നമ്മൾ ചെയ്യുന്നുണ്ട്. 14 ജില്ലകളിൽ നിന്നും ഉള്ള കലാ സാംസ്കാരികമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. 2 മണി മുതൽ ഗേറ്റ് ഓപ്പൺ ആണ്. 2 to 11 ആണ്. 11 രാത്രി 11 മണി വരെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. ഫ്ലവേഴ്സായിട്ട് ചേർന്നുകൊണ്ട് ഹനാൻഷയാണ് നമ്മുടെ ഒരു സെൻസേഷണൽ സിംഗർ. സുരേഷ് ഗോപിയാണ് നമ്മുടെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. കല്യാണി പ്രിയദർശനാണ് നമ്മുടെ വൺ ഓഫ് ദി അനദർ അട്രാക്ഷൻ ഇൻ ദിസ് ഇവന്റ്. ഇത് നടക്കുന്നത് കേരളത്തിൻ്റെ 69ാമത്തെ പിറവിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒത്ത നടുവിലുള്ള തൃശ്ശൂരിൻ്റെയും ഒത്ത നടുവിലുള്ള തേക്കിൻകാടിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് സീസൺ 1 ആണ്. ഇതൊരു കാർണിവൽ ഫോർമാറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരുക്കങ്ങൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ അതിനുവേണ്ട സാധന സാമഗ്രികൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കാർണിവൽ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ എന്തൊക്കെ ചേരുവകളാണ്? എന്താ പറയുക, നമ്മളൊരു കേരളപ്പിറവിയോടനുബന്ധിച്ചാണ് നടത്തുന്നത്. നമ്പർ 2. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിഫറെൻ്റായിട്ട് എലമെൻറ്റ്സുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊരു 30 പേരുടെ ഒരു ബാൻഡ് സെറ്റ് ടീമിനെ നമ്മൾ കേരളത്തിൽ, നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ പള്ളി ബാൻഡ് സെറ്റ് അത് വിട്ടിട്ട് നമ്മുടെ തൃശ്ശൂരിൽ പുലിക്കളി കണ്ടിട്ടുണ്ടാവില്ല അവർ. ആ പുലിക്കളിയിലെ ഒരു 3 പുലികൾ, ഒരു പുലിയുടെ വെയിറ്റ് ഏതാണ്ട് ഒരു 200-250 കിലോ വരും. അതുപോലെ ഒരു 3 പുലികളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് വിട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് UAE മണ്ണിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി നമ്മളൊരു മാസ്കോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എല്ലാവർക്കും കാണാം കാരിക്കേച്ചർ, ബിഗ് സൈസ് കാരിക്കേച്ചർ. അപ്പോൾ നമ്മൾ ഷാജി പാപ്പൻ, രംഗണ്ണൻ, പപ്പു, ഇങ്ങനെ 3 കാരിക്കേച്ചറിനെ നമ്മൾ ആദ്യമായിട്ട് UAE മണ്ണിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. അതൊരു വലിയ അട്രാക്ഷൻ ആയിരിക്കും. ആൾക്കാർ, ഇപ്പോൾ ഞാൻ തന്നെ പേഴ്സണലി നാട്ടിലത് കണ്ടിട്ടില്ല, ഞാനും അത് കാണാൻ എക്സൈറ്റഡാണ്. അതുപോലെ ഒരുപാട് പേര് അത് കാണാൻ എന്തായാലും എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ കുരുന്ന് കേരളം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് ഭയങ്കര കോർഡിനേഷനും പ്രാക്ടീസും ഡ്രിൽ ഷോ ആണ് അത് നടക്കുന്നത്. പിന്നെ ഒന്നായി കേരളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിഗ്ഗസ്റ്റ് പ്രൊസഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളെ ലൈനപ്പുകൾ കേരളപ്പിറവിയോട് നിർമ്മിച്ച്. പിന്നെ അത് വിട്ടിട്ട് ഫ്ലവേഴ്സിൻ്റെ ബിഗ്ഗസ്റ്റ് ഷോ നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ അതും നമ്മൾ വിറ്റ്നസ് ചെയ്യാം. തേക്കിൻകാട് എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഒരു എല്ലാവർക്കും പൊതുവായ ഒരു ഇടം എന്നുള്ളതാണ്. അതിന് ചുറ്റുമുള്ളതാണ് തൃശ്ശൂർ എന്ന പട്ടണം. അതുപോലെ ഞങ്ങളാകുന്ന തേക്കിൻകാടിന് ചുറ്റും ഞങ്ങൾ UAE ഒരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിന് തക്കമുള്ളൊരു പെർഫോമൻസാണ് നമ്മൾ നവംബർ 2 നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ, ദുബായ്ക്ക് ആഘോഷങ്ങൾ അന്യമൊന്നുമല്ല, ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് കേരളം എന്ന ഒരു സങ്കല്പത്തെയാണ് നമ്മളിവിടെ ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ കേരളപ്പിറവി എന്ന ഒരു ദിനം നമ്മൾ കേരളത്തിലേക്ക് മാത്രമല്ല, നമ്മൾ ബാക്കി സംസ്ഥാനങ്ങളിൽ കൂടി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് കേരളം, എങ്ങനെയാണ് കേരളം, ആരാണ് കേരളം.
അപ്പോൾ അത് കേരളത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം. അതിന് നമുക്ക് ഒരുപാട് ചീഫ് ഗസ്റ്റായിട്ട് സുരേഷ് ഗോപി, കല്യാണി, ഒരുപാട് അട്രാക്ഷൻസ് വരുന്നുണ്ട്. അതിൽ നിന്നും വിഭിന്നമായിട്ട് ഞങ്ങൾ എന്നൊരു കൂട്ടായ്മ, ഒരു കുടുംബമായി നിൽക്കുന്ന ഈ ഒരു കൂട്ടായ്മ ഒരുക്കുന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഘോഷയാത്രയായിട്ടും പഞ്ചാരി മേളമായിട്ടും പുലിക്കളിയായിട്ടും ബാൻഡ് മേളമായിട്ടും പൊളിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ പൊളിക്കുകയാണ്. തീർച്ചയായും ആഘോഷങ്ങൾ ദുബായ്ക്ക് അന്യമല്ല. അപ്പോൾ ദുബായിലുള്ള പ്രവാസി മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു ഉത്സവത്തിനായി, തേക്കിൻകാട് കാർണിവലിനായി. ദുബായിൽ നിന്നും ശരചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.